ഒന്നാമത്തെ സിനിമയാണ് ഞങ്ങളുടെ ഒരുമിച്ച്. ഇത് ഓക്കെ. ഈ അടുത്ത സമയത്ത് ചെയ്ത മറ്റൊരു ആക്ഷൻ മൂവിയാണോന്നറിയില്ല, കണ്ഡഹാർ എന്ന് പറയുന്ന ഫിലിം. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ് ആ സിനിമയ്ക്ക് അങ്ങനെ പേരിട്ടു? ഒരു ഹൈജാക്കാണ്. പെട്ടെന്ന് ഹൈജാക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും കണ്ഡഹാർ ഹൈജാക്കിനാണ് ആലോചിക്കുന്നത്. കണ്ഡഹാർ ഹൈജാക്ക് ഒരു സക്സസ്ഫുൾ മിഷൻ ആയിരുന്നില്ല നമുക്ക് ഈ സിനിമയിൽ. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഫ്ലൈറ്റ് കണ്ഡഹാറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ ഫ്ലൈറ്റിനുള്ളിൽ കമാൻഡോസ് കയറി, ഞാനാണ് ലീഡ് ചെയ്യുന്നവർ. ആ ഫ്ലൈറ്റിനെ തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആ ചിത്രത്തിലൂടെ നമ്മളുടെ ഒരു പിഴവ് എങ്ങനെ നികത്താമായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല അത് ചെയ്യാൻ പറ്റില്ല. കാര്യം അതൊരു നടന്ന കഥയാണ്, ഇതൊരു മേക്ക് ബിലീഫാണ്. പക്ഷെ തീർച്ചയായിട്ടും സിനിമ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. അതിൽ ഒരുപാട് മേജർ ഫാക്ടർ ഉണ്ട് ആ സിനിമയിൽ. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. അമിതാഭ് ബച്ചൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നുണ്ട് വേറെ ലാംഗ്വേജിൽ സൗത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഒരു കന്നഡ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാം, അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അത്. അദ്ദേഹത്തെ നിങ്ങൾ പോയി ക്ഷണിക്കുകയും പിന്നെ അത് കഥ കേട്ടിട്ട് വളരെ സന്തോഷപൂർവ്വം ഒരു റെമ്യൂണറേഷൻ ഒന്നും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ടാണ് ആ സിനിമ തന്നെ ചെയ്തത്. അത്ര അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ച ആ സിനിമ ചെയ്യാൻ. ഞാൻ നേരത്തെ അദ്ദേഹമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, ആകെന്നുള്ള സിനിമ. പിന്നെ മലയാള സിനിമ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ഒരുപാട് സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയും ഒക്കെ വളരെ ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പോൾ കൂടുതലും ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ എൻ്റെ റെമ്യൂണറേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ഐ എം ആക്ടിങ് ഫോർ യു, നോട്ട് ഫോർ മണി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടല്ല, അതൊരു ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. അപ്പോൾ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് കഴിഞ്ഞു, ആ സിനിമ കഴിഞ്ഞു, ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞു. അത് ഡിസംബർ 2nd വീക്കോടുകൂടി റിലീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന ഫിലിം ഏതാണ്? പിന്നെ കണ്ഡഹാർ എന്ന് പറഞ്ഞൊരു സീക്വൽ പോലെയാണ്. കാര്യം ആദ്യം ഞങ്ങൾ കീർത്തി ചക്ര എന്നുള്ള സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുക്ഷേത്ര എന്നുള്ള സിനിമ ചെയ്തു മേജർ രവിയായിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എല്ലാം ആർമി ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ലണ്ടനിൽ വന്ന് ഹിന്ദി ഫിലിം ചെയ്തപ്പോൾ അത് കുറേ സഹായിച്ചിട്ടുണ്ടോ? ആ ഒരു ആർമി ബേസ് ആയിട്ടുള്ള കുറേ ഫിലിം ചെയ്തിട്ട്. തീർച്ചയായിട്ടും. ഒരു പോലീസ് എന്ന് പറയുന്നത് ഇതൊരു ആക്ഷൻ ഫിലിമാണ്. എന്ന് പറഞ്ഞാൽ പോയിട്ട് ആൾക്കാരെ പിടിക്കുക, കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് അങ്ങനത്തെ മൂവ്മെന്റ് നമ്മൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ആക്ഷൻ മൂവി ചെയ്തു, അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു അംശം നമ്മളുടെ മനസ്സിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. നേരത്തെ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പാടുകൾ വീഴ്ത്താതെ ആകാശത്തിലൂടെ പറവുകൾ പടന്നു പോകുന്നത് പോലെയാണ് ഓരോ ക്യാരക്ടേഴ്സും നമ്മളിലൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചില ഇത്തരം ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യുമ്പം മനസ്സിൽ നേരത്തെ ചെയ്ത ആക്ഷനും കാര്യങ്ങളൊക്കെ അറിയാതെ ഇൻഫ്ലുവൻസ്ഡ് ആകും. പിന്നെ ആർമി അതിൻ്റെ ഒരു ട്രെയിനിങ്ങിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതെ. അതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് 2-3 സിനിമ ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു ഗണ്ണ് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഫയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരുപാട് സിനിമയിൽ നമ്മൾ ചെയ്ത് അതൊരു പ്രാക്ടീസ് ആവും. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കും നമ്മളൊരു ആദ്യമായിട്ട് ഒരു പെനിട്രേറ്റ് ചെയ്യണം, ഒരു ഡ്രഗ് മാഫിയയുടെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഒരാളെ പിടിക്കുന്നതാണ്. അപ്പോൾ അത് പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കൊക്കെയുള്ള കാര്യം സിനിമ ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കൂടുതൽ ഇൻപുട്ട് കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യൻ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി തന്ന് ആദരിച്ചല്ലോ. അപ്പോൾ അതിൽ കിട്ടിയ ട്രെയിനിങ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള? അത് ശരിക്കും ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു ഓണററി പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് ഈ ആർമിയെക്കുറിച്ച് അറിയുകയും അതിലേക്ക് ജോയിൻ ചെയ്യാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. ഇതൊരു ആർമിയും അല്ലെങ്കിൽ സിറ്റിസനും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ലിങ്കാണ് ഈ ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ടെറിട്ടോറിയൽ ആർമി വളരെ വലിയ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഇപ്പോൾ വാറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കലാമിറ്റി വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു എക്കോളജി ഇതുണ്ട്. അതിൽ 4 കോടിയിൽ പരം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആർമി.
അവർക്ക് റെയിൽവേയുടെ ഇതൊരു യൂണിറ്റ് ഉണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. ഒരുപാട് പേര് പാർട്ട് ടൈമായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഒരുപക്ഷെ ഇത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടോ എന്ന് അറിയില്ലല്ലേ? ഇത്രയും ഇപ്പോൾ ഈ സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആർമിയെക്കുറിച്ച് സാധാരണ കുറവാണ്. കാര്യം നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല. കേരളത്തിൽ ഏറ്റവും ഭാഗ്യമായിട്ടുള്ള സ്ഥലമാണ്. എന്താണ് അവിടെ ഒരു ആർമിയും ഒരു സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു ആർമി ക്യാമ്പാണെന്നുള്ളതല്ല. ഞാൻ നോർത്തിലോട്ട് പോയി ഈ കീർത്തിചക്രയൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ ആർമിക്കാർ ചെയ്യുന്ന സേവനങ്ങൾ. ഞാൻ ഈ കണ്ഡഹാർ പിന്നെ കുരുക്ഷേത്ര ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ കാർഗിലാണ്. അതിനടുത്ത് ദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ടെമ്പറേച്ചർ -65 ആണ്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. -65 വരെ വന്നിട്ടുണ്ട്. 35, 40 ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. മലയാളീസ് ഉണ്ട്, കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരുണ്ട്. ഞാൻ ലഡാക്കിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ അൺബിലീവബിളാണ് അവർ നമുക്ക് തരുന്ന സേവനം. അപ്പോൾ ഇതൊക്കെ വരികയും ഞാൻ പിന്നെ അതിനെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്തു. പിന്നെ ഇത്തരം സിനിമകൾ, പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓണറി റാങ്ക് കിട്ടുമ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാനൊരു താല്പര്യമുണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ആർമിയിലോട്ട് ഒരുപാട് വളരെ പിന്നെ നേരത്തെ കുറച്ച് ജോലികളല്ലേ ഉള്ളൂ. എനിക്ക് ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ആർമി ജോലി. പക്ഷേ ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ഔട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികൾ വേറെ IT ലെവലിലേക്കോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ആർമി നല്ല സാലറിയാണ്, വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, നമ്മൾ ആൾക്കാർക്ക് പൊതുവേ ഒരു ധാരണ, ഒരു കുട്ടിയെ കോളേജിൽ വിടുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടണം, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ തേർഡ് ഗ്രൂപ്പ് എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. ഈ UK-യിലാണെങ്കിൽ ആ എക്കണോമിക്സ് പഠിച്ച കുട്ടികളാണ് ഏറ്റവും നല്ല സാലറി വാങ്ങുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചും നമുക്ക് കുറച്ച് അവയർനെസ് കിട്ടേണ്ട കാര്യമില്ലേ? ഒരുപാട് ചോയ്സ് കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾ, അതൊക്കെ ഇതിനെ ഒരുപാട് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ നയങ്ങൾ ഇതൊക്കെ അതിനെ ബാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ്.